നമ്മുടെ പരവൂർ സംഗീത സഭയിലെ മെമ്പേഴ്സാണ് നമ്മുടെ നാട്ടുകാർ. സംഗീത സഭയിൽ ഇന്ന് നമ്മള് ഒരു ഗാനമേളയായിട്ട് വന്നതാണ്. നമ്മുടെ കലോത്സവ വേദിയിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട്. സംബന്ധിച്ച് പരവൂർ സംഗീത സഭയിലെ കുട്ടികളുമായി ഈ കലോത്സവ വേദിയിലേക്ക് വരുമ്പോൾ വളരെയേറെ പ്രതീക്ഷയായിരുന്നു. കാരണം നമ്മുടെ പ്രതീക്ഷകൾക്കും അപ്പുറം ഒരു ജില്ലയുടെ, ശരിക്കും പറഞ്ഞാൽ കൊല്ലം ജില്ലയുടെ അഭിമാനമായിട്ടുള്ളൊരു മഹാ ഉത്സവമായിട്ടാണ് ഞങ്ങൾക്കത് അനുഭവപ്പെടുന്നത്. പരവൂർ സംഗീത സഭ നമ്മുടെ പരവൂർ സംഗീത സഭയിലെ മെമ്പേഴ്സാണ് നമ്മുടെ നാട്ടുകാർ. ശുചീകരണത്തിലേക്ക് കടന്നു വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞു മക്കൾക്ക് കലാവിരുന്ന് ഒരുക്കിക്കൊണ്ട് കലായിടം. നമ്മുടെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട്. അവരെന്ന് പറയുന്നത് ഈ പരവൂർ സംഗീത സഭയിൽ ഉള്ളവരാണ്. അവരിപ്പം ശ്രീകണ്ഠൻ നായരൊക്കെ ആയിട്ട് ഫോട്ടോ എടുത്ത ഇതൊക്കെയാണ്. ഇത് ശ്രീ ലേഖ പരവൂർ എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം, ഒരു കവിയത്രിയാണ്. സംഗീത സഭയിൽ എത്ര പേരുണ്ട്? സംഗീത സഭയിൽ ഇന്ന് നമ്മള് ഒരു ഗാനമേളയായിട്ട് വന്നതാണ്. നമ്മുടെ കലോത്സവ വേദിയിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട്. ജി ദേവരാജൻ മാസ്റ്റർ സ്മാരക പരവൂർ സംഗീത സഭയ്ക്ക് അവസരം കിട്ടിയതിൽ നമ്മുടെ കുറെ കുട്ടികളും എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ പരവൂർ സംഗീത സഭയുടെ സെക്രട്ടറിയാണ് ഈ വരുന്നത്. ഞാൻ കൊടുക്കാവേ. എന്റെ പേര് മാങ്കുളം രാജേഷ് എന്നാണ്. ജി ദേവരാജൻ മാസ്റ്റർ സ്മാരക പരവൂർ സംഗീത സഭയുടെ പരവൂരിലെ സംഗീത സഭയുടെ സെക്രട്ടറിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് പരവൂർ സംഗീത സഭയിലെ കുട്ടികളുമായി ഈ കലോത്സവ വേദിയിലേക്ക് വരുമ്പോൾ വളരെയേറെ പ്രതീക്ഷയായിരുന്നു. കാരണം നമ്മുടെ പ്രതീക്ഷകൾക്കും അപ്പുറം ഒരു ജില്ലയുടെ, ശരിക്കും പറഞ്ഞാൽ കൊല്ലം ജില്ലയുടെ അഭിമാനമായിട്ടുള്ളൊരു മഹാ ഉത്സവമായിട്ടാണ് ഞങ്ങൾക്കത് അനുഭവപ്പെടുന്നത്. അവിടെ ജി ദേവരാജൻ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ശുദ്ധമായ സംഗീതം കൊണ്ട് മലയാളിയുടെ മനസ്സിൽ അമൃതമല വർഷിച്ച ദേവരാജൻ മാസ്റ്ററുടെ ജന്മം കൊണ്ട് പവിത്രമായ ആ മണ്ണിൽ രൂപീകരിച്ച ദേവരാജൻ മാസ്റ്ററുടെ പരവൂർ സംഗീത സഭ എന്ന പ്രസ്ഥാനത്തിന് ഒരു ചെറിയ ഈ കലയിടത്തിൽ ഒരു ചെറിയ പ്രോഗ്രാം നടത്തുവാനുള്ള അവസരവും കൂടി കിട്ടിയത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ അഭിമാനത്തിന്റെ ഒരു നിമിഷം തന്നെയാണ്. തീർച്ചയായും ദേശിങ്ങനാടിന്റെ പൈതൃക ഭൂമിയിൽ 16 വർഷത്തിന് ശേഷം കിട്ടിയ ഈ ഒരു കലോത്സവം കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെയേറെ അഭിമാനമുണ്ട്. ഓരോ കൊല്ലം ജില്ലക്കാരനെ സംബന്ധിച്ചും അഭിമാനത്തിന്റെ നിമിഷം തന്നെയാണ് നമുക്ക് ഈ 16 വർഷത്തിന് ശേഷം ഇവിടെ കിട്ടിയ ഈ കലോത്സവം, 62ാമത് ഈ കലോത്സവം. ശ്രുതി തെറ്റിച്ച് ഇതുപോലെ പാടാൻ വേണ്ടി ഒരു ലൈവിൽ പങ്കെടുക്കരുന്നു ഒരു വാണിംഗ് എന്നു പോയതാണ്. ഇപ്പോഴും ചെന്നൈയിൽ അവർ ഓർക്കുന്നുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ആ പ്രയത്നത്തിലില്ല. രണ്ടുപേരും ഞാൻ നാട്ടുകാരെ ഓടിക്കുന്നതാണ് നിങ്ങളുടെ ജോലി. നമ്മുടെ വിഷ്ണുനാഥ് ഒരുപാട് പാട്ട് പാടുന്നത് MLA പാടും എനിക്കൂടെ വേണ്ടി. ഞാൻ ചുണ്ടനക്കും MLA പാടും. ഞാൻ പനി അടിച്ച് തൊണ്ടയൊക്കെ പോയി, ശബ്ദം പോയി. ഇവിടെ വന്ന് 2 ദിവസമായിട്ട് കുഴപ്പം. എന്നാലും ചേട്ടൻ പറഞ്ഞു ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ, ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ. ശരിക്കും വിഷ്ണു എന്റെ ഭാര്യനാണോ എന്ന് ചോദിക്കും. ഇത്ര നന്നായിട്ട് പാടുക വിഷ്ണു. അപ്പൊ എനിക്ക് തോന്നുന്ന പുള്ളിയുടെ മനസ്സിൽ പറയും MLA ആവണ്ട, പാടിയാൽ മതിയെന്ന്. ഓക്കെ, നല്ല കാര്യം. പക്ഷേ നേരത്തെ അറിഞ്ഞത് MLA ഇത്ര നന്നായിട്ട് പാടുപോയത് അറിയാത്ത നമ്മൾ തത്സമയം സംരക്ഷണം ചെയ്തില്ലേ അല്ലേ? ഇനിയൊരു അവസരത്തിൽ വിഷ്ണു, അപ്പൊ നമുക്ക് ഓണത്തിന് സംക്രാന്തിക്ക് എപ്പോഴെങ്കിലും PC വിഷ്ണു അവതരിപ്പിക്കുന്ന ഗാനമേള നമ്മൾ ഇപ്പൊ തന്നെ അനൗൺസ് ചെയ്യുന്നു. 24 സംരക്ഷണം ചെയ്യും. പറഞ്ഞു ജൂണിലെ നില മഴയിൽ. അയ്യോ ഓക്കെ, റെഡി. താങ്ക് യു. നമ്മൾ തമ്മിൽ എന്ന പ്രോഗ്രാം എല്ലാവർക്കും ഓർമ്മയുണ്ട്. അതിനകത്ത് ഗുഡ് ബൈ. വളരെ സന്തോഷം ശ്രീകണ്ഠ സാർ കലയെടുപ്പിലെത്തി ഞങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നന്ദി. നമ്മുടെ KPSCയുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി അരവിന്ദ